ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇങ്ങനെ നമ്മൾ കുളിച്ചൊരുങ്ങി കുട്ടപ്പന്മാരായി ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് എൻ്റെ ഓഫീസിലെ ഓണപരിപാടി. അപ്പോൾ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ജഡ്ജായിട്ട് വരുന്നത് നമ്മളെ ദേവുവാണ്. നിങ്ങൾ ആലോചിക്കണം, എൻ്റെ ഓഫീസിലെ പരിപാടി, അവിടെ ജഡ്ജ്മെന്റിന് ദേവു. ഇവൾ എന്തുകൊണ്ട് ജഡ്ജായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പക്ഷേ ഇവക്ക് ഓൾറെഡി അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഇവള് ട്രിവാൻഡ്രം കോർപ്പറേഷൻ അണ്ടറിൽ തന്നെ വിവിധ മേഖലകളിൽ പോയിട്ട് ഓണപ്പൂക്കണ മത്സരത്തിന്റെ ജഡ്ജ്മെന്റ് നടത്തിയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു, പുറത്തുനിന്ന് ഒരാൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശരി, എന്തുകൊണ്ട് എൻ്റെ വൈഫൈ ആയിക്കൂടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇവള് ഇപ്രാവശ്യം ജഡ്ജ്, ഞാൻ ക്യാമറാമാൻ പ്ലസ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ പ്ലസ് സംതിങ് അതേ എനിക്കറിയും. അത്രയും പ്ലസ് ഇരിക്കട്ടെ ഒരു ഗുമ്മിന്. നമ്മളെന്തായാലും നേരെ തളിപ്പറമ്പിലേക്ക് പോവാം. തളിപ്പറമ്പിൽ പോയിട്ട് അവിടുന്ന് വേണം നമുക്ക് നമ്മളെ ടീം മെമ്പേഴ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നേരെ നമുക്ക് എല്ലാ ബ്രാഞ്ചിലും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മളെ കൂടെ ഒരു മാവേലി കൂടി വരുന്നുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോ എങ്ങനെ ഉണ്ടാവും നിന്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് നമ്മളെ ഓണം മത്സരം? നന്നായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാ ബ്രാഞ്ചസും നല്ലോണം മത്സരിക്കുമോ? അവർക്ക് നല്ലത്. ഇവിടെ സ്ട്രിക്റ്റ് ആണ് അക്കാര്യത്തില്. സ്ട്രിക്റ്റ് ആണോ? കുറച്ച് അയവുണ്ടാ? അങ്ങനെ ബ്രാഞ്ച് വൈസ് ഒരു അയവ് വേണ്ട, മത്സരം പോലെ തന്നെ നടക്കട്ടെ. കാരണം ഒരു എമൗണ്ട് പ്രൈസ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെന്തായാലും ലേറ്റ് ആക്കുന്നില്ല, വേഗം തന്നെ ഇറങ്ങട്ടെ. പൈസ അങ്ങനെ വണ്ടി നമ്മൾ തലശ്ശേരി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് നേരെ കണ്ണൂർ പോവാൻ. കണ്ണൂരിൽ നിന്ന് വേറെ ബസ് കയറിയിട്ട് നമ്മൾ നേരെ തളിപ്പറമ്പ് വിടും. ഇതാണ് ദേവുവിന്റെ ഔട്ട്ഫിറ്റ്. നമ്മളെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അതേ ഔട്ട്ഫിറ്റ് എടുത്തത്. ഞാൻ പിന്നെ തൽക്കാലം എൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് മുണ്ട് ഉടുത്തിട്ടില്ല, പാൻറ് മാത്രമാക്കി. എല്ലാവരും ചോദിക്കല്ലേ പാൻറ്, എന്നാലും കുഴപ്പമില്ല. എനക്ക് എൻ്റെ കംഫർട്ട് തന്നെയാണ് ഏറ്റവും വലുത്, അതിലപ്പുറം ഒന്നുമില്ല. കാരണം നമ്മൾ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നില്ല, നമ്മൾ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് അതിന് പുറകിൽ വർക്ക് ചെയ്യുന്നതല്ല. ജഡ്ജല്ലേ, കോടതിയിലെ ജഡ്ജ് പോലെ ഓർഡർ. നമുക്ക് എന്തായാലും ബസ്സെല്ലാം കയറിയിട്ട് തളിപ്പറമ്പ് എത്താനാകുമ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാം. നമ്മള് കണ്ണൂർ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റേ ബസ് എഴഞ്ഞെഴഞ്ഞ് പോയിട്ട് അല്ലേ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. 1 മണിക്കൂറാണ് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ വരെ നമ്മൾ പിടിച്ചത്. ഇനി ഇവിടുന്ന് തളിപ്പറമ്പിലേക്ക് ഉണ്ട്. അത് പെട്ടെന്ന് എത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ പിന്നെ എന്തായാലും ഒരുക്കങ്ങളിലായി സെറ്റ് ആവാൻ ഒരു ടൈം എടുക്കുമല്ലേ. എന്തായാലും നമ്മൾ തളിപ്പറമ്പ് എത്തിയിട്ട് ഇനി അവിടുത്തെ ടീമുമായിട്ട് മീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ തളിപ്പറമ്പ് ടൗൺ എത്തി കേട്ടാ. ഇവിടെ എത്തിയിട്ടും നമ്മളെ ആൾക്കാരും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ ദേവുവേ. എനിക്കെന്തൊരു വിഷമം, പറയാൻ പറ്റുന്നില്ല. ആദ്യത്തെ ദേവുവിന്റെ ജഡ്ജ്മെന്റാണ്, അതുകൊണ്ട് ഒത്തിരി ടെൻഷൻ എല്ലാം ഉണ്ട്. ഒന്നുമില്ലേ, ടെൻഷൻ ഒന്നുമില്ലേ? തളിപ്പറമ്പ് ടൗൺ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നല്ല രസമുണ്ടല്ലേ. കണ്ണൂരാണോ തളിപ്പറമ്പാണോ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇൻഫ്രാ വൈസ് ഏതാ? കണ്ണൂരാ. എനിക്ക് ഇൻഫ്രാ വൈസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തളിപ്പറമ്പാ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ബിൽഡിംഗ് എല്ലാം നല്ല പൊക്കമുള്ള ബിൽഡിംഗ് ആണ്. എല്ലാരും ദേവുവിനെ തന്നെയാ ശ്രദ്ധിച്ചിരാ. നിന്റെ ഡ്രസ് കാണുക എന്താ അറിഞ്ഞൂടാ. ഗൈസ്, എന്തായാലും നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ കാത്തിരിക്കാം, വരുമോ ഇല്ലയോന്ന്. വരും. അപ്പൊ ഇവിടുത്തെ ജഡ്ജ് എല്ലാം ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ജഡ്ജ്മെന്റിന്റെ ക്രൈറ്റീരിയസ് എല്ലാം നമ്മൾ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്തായാലും അടുത്ത ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ വേഗം തന്നെ പോകാൻ വേണ്ടി നോക്കുന്നതാണ്. ഇനിയിപ്പം ആദ്യത്തെ ഒരു ബ്രാഞ്ച് പോയി വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ ജഡ്ജിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പൊ ഇതാണ് നമ്മളെ മാവേലി. ഒരു ഹായ് പറഞ്ഞ. ഹായ്. എല്ലാവർക്കും സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഓക്കെ, സെറ്റ്. നമ്മൾ നേരെ പോവാട്ടോ, സമയമായി. അപ്പൊ മാവേലിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടാണ്. നല്ല കാറ്റും ഉണ്ട്, പിന്നെ അടിപൊളി സ്ഥലമല്ലേ. ഇതാരെ കൊടയും പിടിച്ചിട്ട് നീ അല്ല മാവേലിക്ക് കുറച്ചൊരു ചെറിയ പരിപാടീസ് ഉണ്ട്. കാരണം ഡ്രസ്സെല്ലാം ചെറുതായിട്ടൊന്ന് അലമ്പായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വേണം ആ ഒരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ട? ഇതാണോ കണ്ണൂര്? ഇത് കണ്ണൂരാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? തിരുവനന്തപുരം മാത്രമേ വയലുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ നല്ല ഗംഭീര സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെനിക്കറിയില്ല, ഇവിടുന്ന് സാറാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നമുക്കപ്പോൾ ഇവിടുന്ന് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ജഡ്ജിങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേക്കാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാ? എല്ലാം നോക്കിയും കണ്ടെല്ലാം ഇട്ടിട്ടില്ലേ? ആൾക്കാർ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഇവളെന്താണ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയാ? ഓക്കെ അല്ലേ? നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാം. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രാഞ്ചിൽ ചവിട്ടിയിട്ടാണുള്ളത്. അപ്പം മാവേലി നമ്മുടെ എല്ലാ ടീംസും കൂടി കഴിക്കുവാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ ഓണസദ്യ ഇവിടെ നിന്ന്
കഴിക്കാം. തുടങ്ങുന്നു കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റിംഗ് പോയിന്റിൽ നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഇല്ല. ഇനിയും നമുക്ക് ഏകദേശം ഒരു 4 സെന്റേഴ്സിലെങ്ങാനും വീണ്ടും ഓടിപ്പിടിക്കണം. ദേവുകൊണ്ടാണെങ്കിൽ അവശയായും തോന്നുന്നല്ലേ. പിന്നെ കണ്ടില്ലേ, എന്തൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ മഴ ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഇപ്പൊ മഴയാണ് പുറത്ത്. ഈ മഴയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒന്നും പറയണ്ട. വെയിലുള്ള ദിവസമായിരുന്നു, പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ടും മഴ പെയ്യുമല്ലോ. അതും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോ അല്ലേ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സദ്യ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, വലിയ മോശമൊന്നുമില്ല. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, ഇവിടുന്ന് നേരെ അടുത്ത സെന്ററിലേക്ക് പോട്ടെ. എന്താണ് ഒരു ക്ഷീണം? ക്ഷീണം വേറെ ഒന്നുമില്ല. നമ്മളെ കല്യാണ സമയത്ത് കണ്ട അതേ പരിപാടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാൾപ്പൈറ്റിന് പോകാൻ വേണ്ടി പോവുകയാണ്. 2 തവണ വാൾപ്പൈറ്റ് നടത്തി അല്ലേ. എന്നിങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല സദ്യനാണ്, ഒരു കുഴമ്പ് രൂപത്തിൽ ഞാൻ തന്നെ കണ്ടു. അതാണ് എനിക്ക് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ്. കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നാലും ഇവിടെ മാക്സിമം പ്രാവശ്യം പിടിച്ചിരുന്നില്ല. ഒന്നാമത് നമ്മൾ വന്ന റൂട്ട് ഹൈവേ അല്ലാണ്ട് ഒരു ചുരം കയറി വരുന്ന ടൈപ്പ് റൂട്ടിലൂടെ നമ്മൾ കയറി വന്നത്. അതുകൊണ്ട് പറ്റിയൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാൽ ഇപ്പാളും ഒക്കെയാണ്. ഇപ്പം മാർക്കെല്ലാം ഇട്ടിട്ട് സെറ്റായി. ഇനിയിപ്പോ എന്തായാലും ലാസ്റ്റ് ബ്രാഞ്ചിനോട് കൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ ഇനി എല്ലാ ബ്രാഞ്ചും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വരാം. നമ്മൾ രണ്ടാളും അങ്ങനെ കോഫി ഹൗസിൽ ഒരു ചായ പിടിക്കാൻ വേണ്ടി വന്നു. ഈ കുട്ടിയുടെ വയറ്റിലുള്ള സദ്യയെല്ലാം കുട്ടി പുറത്ത് നിക്ഷേപിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നല്ലോണം വിശക്കുന്നുണ്ട്. സമൂസ കഴിക്കാൻ, കട്ട്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നേ. പക്ഷെ സമൂസ മാത്രമേ കയ്യിലുള്ളൂ അല്ലേ. എങ്ങനെ തോന്നുന്നു നമ്മളുടെ ഓണപരിപാടി? മുഖം കണ്ടാലും മനസ്സിലാവുന്നുണ്ട്. മറ്റേ പ്രസാദിച്ചു പോയ മുഖമായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാന്നല്ലേ. വാള് മൊത്തം തോന്നിയത് നമുക്കറിയാം ഏകദേശം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ സെറ്റ് ചെയ്യുന്ന പരിപാടി ലാസ്റ്റ് തലശ്ശേരി വന്നപ്പം കുറച്ചും കൂടി ഗ്രാൻഡ് ആയി. അപ്പൊ അത് സെറ്റായിട്ട് പോയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പിന്നെ പറയാം. ചത്തേ ഇനി കാല് രണ്ടും കൂട്ടിക്കെട്ടി തെക്കേ ദിക്കിലടക്കാം. എനിക്ക് നിന്നിട്ടൊന്നും പറയേണ്ട ശേഷിയില്ല. കാരണം എന്ന് വെച്ചാല് രാവിലെ മുതലേ തുടങ്ങിയ കറക്കാണ് ഞാനും എന്റെ ദൈവമേ. നമ്മൾ രണ്ടാളും ചത്ത് ഗൈസ്. ഒന്നും പറയാനില്ല. ഈ ഓണപ്പരിപാടി, കല്യാണ പരിപാടി, വിഷുവിന് സദ്യ കഴിച്ചിട്ടുള്ള ദിവസം ഇങ്ങനത്തെ കേസസ് എല്ലാം ഉണ്ടല്ലോ. കണ്ടില്ലേ, ഇതുപോലെ റെസ്റ്റാണ്. ഇവിടെ സദ്യ പിന്നെ എല്ലാം കൂടി വെള്ളത്തിലായി പോയി, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ഓണാഘോഷങ്ങൾ കൂടുതലായിരിക്കും. അതായത് ഒരുപാട് ഓണാഘോഷങ്ങൾ ഒരു ദിവസത്തിൽ നമുക്ക് കൂടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം നമുക്ക് നമ്മളെ ഈ വീട്ടിൽ നിന്ന് അധികം ആഘോഷിക്കാൻ വേണ്ടി പറ്റില്ല. വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മത്സരം ഇതെല്ലായിട്ട് നമ്മൾ സെറ്റായിട്ട് പോവുകയായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം നടന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് നമ്മളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമുക്ക് സെലിബ്രേഷന്റെ ഭാഗമാകാൻ പറ്റിയിട്ടില്ലെങ്കിലും ആസ് എ ജഡ്ജും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്നതാണെങ്കിലും നമുക്ക് അത്യാവശ്യം എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നല്ലൊരു അടിപൊളിയായിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്ന എല്ലാ ബ്രാഞ്ചസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും അടിച്ചു പഠിക്കട്ടെ, നമ്മളും അടിച്ചു പഠിക്കട്ടെ, നിങ്ങളും അടിച്ചു പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ഓണെല്ലാണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാം സെറ്റ് ആയിരിക്കട്ടെ. ഹാപ്പി ഓണം ഗൈസ്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.